ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുറപ്പെടുന്നത് ഒരു എക്സാം എഴുതുന്നതിന് വേണ്ടിയാണ്. അത് ആലുവയിലാണ്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി. ഏകദേശം 7 മണിക്ക് തന്നെ ഞങ്ങളിവിടെ എത്തിയിരുന്നു. ഇന്നലെ എക്സാം തുടങ്ങിയത് 9 മണിയായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ആലുവയിലേക്ക് തന്നെ പുറപ്പെട്ടു. പുറപ്പെടുന്ന വഴിയിലാണ് അമ്മയ്ക്കൊരാഗ്രഹം, ദിലീപിൻ്റെ വീട് കാണണമെന്ന്. പിന്നെ ഞങ്ങൾ യാത്ര അങ്ങോട്ടായി. ഞങ്ങൾ അച്ഛൻ്റെ വണ്ടിയിലാണ് യാത്ര ചെയ്തത്. ഞങ്ങൾ കുറേ ദൂരം സഞ്ചരിച്ചു. കുറേ ദൂരം ഏകദേശം 7 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കട തപ്പി ഞങ്ങൾ കുറേ ദൂരം നടന്നെങ്കിലും അന്വേഷിച്ച കട കിട്ടിയിരുന്നില്ല. അങ്ങനെ ആലുവയുടെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ കുറേ ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ ഏകദേശം എറണാകുളത്തിന് അടുത്തെത്താറായി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാവണം ഇന്ന് ഇവിടെ കടകളൊന്നും ഇല്ല. കടകളുമെല്ലാം ഇന്ന് അവിടെ അവധിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചൊരു വീട്ടിലെ ഹോട്ടൽ ഞങ്ങൾ കണ്ടെത്തി. പക്ഷേ ഫുഡ് വളരെ മോശമായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അവിടെ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഏകദേശം ദിലീപിൻ്റെ വീടിൻ്റെ അടുക്കാറായപ്പോൾ ഒരു പാലമൊക്കെ കണ്ടു. പാലമൊക്കെ ക്രോസ് ചെയ്ത് അതിൻ്റെ അപ്പുറത്താണെന്നാണ് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പം കിട്ടിയത്. ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. 1-2 സ്ഥലം തെറ്റിപ്പോയെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ എത്തി. വീട്ട് കണ്ടുപിടിച്ചു. ഞങ്ങൾക്കറിയാൻ കാണാൻ പറ്റില്ലെങ്കിലും കുറേ നേരം ഞങ്ങൾ അവിടെ നോക്കി നിന്നെങ്കിലും അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് അതിൽ ചേട്ടൻ വന്നത്. ആ ചേട്ടനോട് അമ്മ അന്വേഷിച്ചു ദിലീപിനെ കാണാൻ പറ്റുമോ എന്ന്. അദ്ദേഹം കുറേ ഷൂട്ടിങ്ങിലായിരിക്കും, അവിടെ ഒന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് നേരം കൂടി ഞങ്ങളവിടെ കാത്തു നിന്നു. കാണാൻ പറ്റിയാലോ എന്ന് ആലോചിച്ചു കുറച്ച് നേരം കൂടി നിന്നു. എന്നാലും കാണാൻ സാധിച്ചില്ല. അമ്മ അതുവഴി നോക്കി സെക്യൂരിറ്റിനെ കാണാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം ഇവിടെ അടുത്തുള്ള ആളാണെന്ന് തോന്നുന്നു. കുറേയധികം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. ഏകദേശം കുറേ ടൈം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. അവിടെ കുറച്ച് നേരം വന്ന ക്ഷീണമെല്ലാം കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അമ്മയോട് അദ്ദേഹം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അമ്മയായിരുന്നു അവിടെ ആ ചേട്ടനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. കുറേ നേരമായിട്ടൊന്നും കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും ആലുവ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതി. ഞങ്ങൾ ആലുവ അമ്പലത്തിൽ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഈ പാലം ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടിരുന്നത്. നല്ല കാഴ്ചകളായിരുന്നു. കുറേയധികം അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് ഇവിടെ ഇപ്പം ഉള്ളത്. ഞങ്ങളെല്ലാ കാഴ്ചകളും കണ്ട് പിന്നെ കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ നാട്ടിലെ വീട്ടിലേക്ക് തന്നെ പോന്നു. ഏകദേശം 3 മണി ടൈമായിരുന്നു. ഇച്ചിരി വെയിലൊക്കെ കുറഞ്ഞിരുന്ന സമയമായിരുന്നു. റോഡിലധികം തിരക്കുകളും ഒന്നും ഉണ്ടായിരുന്നില്ല.